ഇത് ഇന്നലെ ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം, അതായത് രാത്രി ഒരു 7 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഫസ്റ്റ് കാപ്പി ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ രാത്രിയത്തേക്ക്. പിന്നെ കരുതി എന്തായാലും മീനൊക്കെ ഇരിക്കുകയല്ലേ, ചോറൊക്കെ വെക്കാമെന്ന്. അങ്ങനെ ഞാൻ അരി കഴുകി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു തോരനും അവിയലിനും പിന്നെ മീൻ കറിക്കുള്ളതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് തോരൻ വെക്കണോ ക്യാബേജ് തോരൻ വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അവസാനം എളുപ്പപ്പണി ക്യാബേജ് ആയതുകൊണ്ട് ഞാൻ ബീട്രൂട്ടിനെ അങ്ങ് മാറ്റി കേട്ടോ. അപ്പോൾ ഇന്നിനി ഒരു ക്യാബേജ് തോരനും മീൻ കറിയും അവിയലും ആണ് കേട്ടോ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മീൻ കറി എപ്പോഴും ഞാൻ വെക്കുന്ന പോലെ തേങ്ങ അരച്ച് വെക്കുന്നുണ്ടേനെ അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലേ. അതിലേക്ക് ഞാൻ തക്കാളിയും പിന്നെ നമ്മുടെ മുരിങ്ങക്കോലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിയലിനുള്ള പച്ചക്കറി അരിഞ്ഞ് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിയലിൻ്റെ അരപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലായിരുന്നേ. പിന്നെ നമ്മുടെ എന്നത്തെയും മീൻ വറുക്കലാണ്. മീൻ മിക്കവാറും ഇവിടെ ഇതുപോലെ ഞാനിങ്ങനെ പൊരിച്ചാണ് കേട്ടോ എടുക്കുന്നത്. കാരണം മക്കൾക്ക് പൊരിച്ച മീൻ കഴിക്കുന്നത് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ ഞാൻ എന്നും കൊടുക്കത്തില്ല, പിന്നെ അവർ ഇഷ്ടത്തോടെ ചോദിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ക്യാബേജ് തോരൻ ഇതിനിടയിൽ കുറച്ചൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൽ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചകഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വെള്ളം വാർക്കാനായിട്ട് മാറ്റി വെച്ചു. നമ്മുടെ ക്യാബേജ് തോരനും നല്ല അടിപൊളി അവിയലാണ് കേട്ടോ. അത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ മീൻ കറിയും മീൻ വറുത്തതും ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ കൂട്ടി നല്ലൊരു ചോറൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം.